സംരക്ഷണത്തിന് മാതൃകയാക്കുന്ന അപൂർവ പ്രവർത്തനമായി 43 ആമക്കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കടലിലേക്ക് വിട്ടു. This news brought to you by Kalpaga Weddings, North Paravoor. കടലാമകളുടെ സംരക്ഷണത്തിന് മാതൃകയാകുന്ന അപൂർവ പ്രവർത്തനത്തിന് സാക്ഷിയായി പള്ളിപ്പുറം തീരപ്രദേശം. മാർച്ച് 3 മുൻപ് ശേഖരിച്ച കടലാമ മുട്ടകൾ ഏകദേശം 45 ദിവസത്തെ സൂക്ഷ്മ പരിപാലനത്തിന് ശേഷം വിജയകരമായി വിരിഞ്ഞ് ആമക്കുഞ്ഞുങ്ങളായി മാറി. പ്രദേശവാസികളായ സന്തോഷും വർഗീസും ചേർന്ന് ഈ സംരക്ഷണ പ്രവർത്തനം ഏറെ ഉത്തരവാദിത്തത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി. വിരിഞ്ഞ ആകെ 43 ആമക്കുഞ്ഞുങ്ങളെയാണ് പിന്നീട് സുരക്ഷിതമായി കടലിലേക്ക് വിട്ടത്. സ്വാഭാവികമായി രാത്രി സമയങ്ങളിൽ കരയിൽ എത്തി മുട്ടയിടുന്ന കടലാമകൾ സാധാരണയായി 45 മുതൽ 60 ദിവസത്തിനുള്ളിൽ വിരിയുന്നുവെന്ന പ്രത്യേകതയുണ്ട്. ചടങ്ങിൽ DFO ഓഫീസർമാരും നേവി ഓഫീസർമാരും പങ്കെടുത്തു. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് EK ജയൻ, ബ്ലോക്ക് മെമ്പർ രാധിക സതീഷ്, വാർഡ് മെമ്പർ അശ്വതി ബിനോജ് എന്നിവരും സന്നിഹിതരായിരുന്നു. പ്രദേശവാസികളും സജീവമായി പങ്കെടുത്ത പരിപാടിക്ക് പിന്തുണ നൽകി. കടലാമകൾക്ക് സാധാരണയായി 50 മുതൽ 100 വർഷം വരെ ആയുസ്സുള്ളതും ദിവസത്തിൽ നിരവധി കിലോമീറ്റർ ദൂരത്തിൽ നീന്തി സഞ്ചരിക്കുന്നവയുമാണ്. ജനിച്ച തീരം തിരിച്ചറിയാനുള്ള അത്ഭുതകരമായ കഴിവ് ഇവയ്ക്കുണ്ട്. എന്നാൽ പ്ലാസ്റ്റിക് മലിനീകരണം, മത്സ്യബന്ധന വലകൾ തുടങ്ങിയവ ഇവയ്ക്ക് വലിയ ഭീഷണിയായി തുടരുന്നു. പ്രകൃതി സംരക്ഷണത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, പള്ളിപ്പുറം. നമ്മുടെ ചെറായി ബീച്ച് സമീപം 45 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഏറ്റവും പ്രത്യേക രീതിയിലുള്ള ആമയുടെ മുട്ടകൾ കണ്ടെത്തുകയും ഇവിടുത്തെ തദ്ദേശവാസികൾ ഈ വാർഡിലെ മെമ്പറുമായ അശ്വതിനെ അറിയിക്കുകയും ആദ്യം വലിയൊരു റിസ്ക് ആയിട്ടാണ് ഞങ്ങൾക്കത് തോന്നിയത്. പക്ഷേ ഫോറസ്റ്റിനെ ഓഫീസറെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായ നിർദ്ദേശം ലഭിച്ചു. പിന്നെ ഇവിടെ അനുഭവ സമ്പത്തുള്ള നാട്ടറിവുള്ള നമ്മുടെ ഈ പ്രദേശത്തുകാർ പറഞ്ഞ അറിവും വെച്ചുകൊണ്ട് ഇത് തീരത്ത് തന്നെ അത് സംരക്ഷിക്കപ്പെടുകയും ഇപ്പോൾ 45 ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കുഞ്ഞുങ്ങൾ വിരിയുകയും അതിൽ നിന്ന് ഫോറസ്റ്റ് ഓഫീസറുടെയും അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയുടെ ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ, ഇവിടുത്തെ ബഹുജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ഇന്ന് ഈ ജനപ്രതിനിധികളും ഉൾപ്പെടെ എല്ലാവരും കൂടി ചേർന്ന് ഇത് നമ്മുടെ സമുദ്ര തീരത്തേക്ക് പറഞ്ഞ് യാത്ര അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ജനപ്രതിനിധി എന്ന നിലയിൽ 16-ാം വാർഡ് മെമ്പർ അശ്വതി വളരെ കരുതലോടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. കൂടെ ഇവിടെ പ്രദേശവാസികളായ വർഗീസേട്ടനും ഒക്കെ ഉൾപ്പെടെയുള്ള അവരുടെ നിർദ്ദേശങ്ങളും സഹായങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിലാണ് നമുക്ക് ഇന്നിപ്പോൾ പുറത്തുവിട്ട 44 കുഞ്ഞുങ്ങളെ നമ്മുടെ സമുദ്രത്തിലേക്ക് യാത്ര പറഞ്ഞയക്കുവാൻ നമുക്ക് കഴിഞ്ഞത്. ജീവിതത്തിൽ ഒരു ആദ്യത്തെ അനുഭവം എന്ന നിലയിൽ ഇത് വളരെ സന്തോഷം പകരുന്ന ഒരു ദിവസവും സമയവുമായിട്ട് കാണുന്നതിനാൽ നമ്മുടെ പ്രധാനപ്പെട്ട ബീച്ചായ ചെറായി ബീച്ചിൽ ഇങ്ങനൊരു ഒരു കാര്യം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്.